കൊല്ലം താഹമുക്കിൽ വീടുകളിലെ വെള്ളം കുടിക്കാൻ യോഗ്യമല്ലെന്ന് പരിശോധനാ റിപ്പോർട്ട്. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ പിടിപെടാൻ കാരണമാകുന്ന അണുക്കൾ വെള്ളത്തിലുണ്ടെന്നാണ് വാട്ടർ അതോറിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. ഡേവിസ് നായ്ക്സിന്റെ ഫാമിൽ നിന്ന് മലിനജലം പരന്നൊഴുകുന്നതാണ് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ആരോഗ്യവകുപ്പും പഞ്ചായത്തും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ഡേവിസ് നായ്ക്സിന്റെ ഫാം പൂട്ടണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരം ഇപ്പോഴും തുടരുന്നു. ദിലീപ് ദേവസ്യയുണ്ട് ആ സ്ഥലത്ത് നിന്നും. ദിലീപ് ദേവസ്യ, ഇപ്പോൾ ആ വെള്ളം കുടിക്കാൻ ഗുണകരമായ വെള്ളമല്ല എന്നാണോ വാട്ടർ അതോറിറ്റിയുടെ റിപ്പോർട്ട് പറയുന്നത്? ആ വെള്ളത്തിലേക്ക് മലിനം ജലവും അണുക്കളും പകർന്നിരിക്കുന്നത് ഈ ഡേവിസ് നായ്ക്സിന്റെ മാലിന്യത്തിൽ നിന്നാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? ദിലീപ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കൊല്ലത്ത് താഹാമുക്കിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത ചെയ്തപ്പോൾ ആ ഫാമിന് തൊട്ടടുത്തുള്ള കിണറുകളിലെ വെള്ളം നമ്മൾ കാണിച്ചതാണ്. അതായത് ഇവർക്ക് കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളവും അവർക്ക് പൈപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളവും തമ്മിലുള്ള താരതമ്യങ്ങളടക്കം നമ്മൾ ചെയ്തതുമാണ്. അന്ന് അവർ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ ഈ വെള്ളം വാട്ടർ അതോറിറ്റിയിൽ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന പരിശോധന ഫലത്തിലാണ് ഈ മഞ്ഞപ്പിത്തം അടക്കമുള്ള മാരക രോഗങ്ങൾ പിടിപെടാൻ കാരണമാകുന്ന അണുക്കൾ വെള്ളത്തിലുണ്ടെന്നും ഇത് കുടിക്കാൻ പാടില്ല എന്നുള്ള ഒരു വാട്ടർ അതോറിറ്റിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ നാട്ടുകാർക്ക് ലഭിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ DMOൻ്റെ അടുത്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ പറയുകയും ചെയ്തു. എന്നിട്ട് പോലും, അതായത് ഇതിൻ്റെ റിപ്പോർട്ട് ലഭിച്ചത് 6-ാം തീയതിയാണ്. ഈ 6-ാം തീയതി ഈ നാട്ടുകാരടക്കം ചെന്നുകൊണ്ട് ഇതിൻ്റെ ഈ റിപ്പോർട്ടുമായി DMOയുടെ അടുത്ത് പോകുന്നു. ആ DMOൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല, ഈ ഫാം അടച്ചു പൂട്ടണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നടപടി പോലും സ്വീകരിക്കാനില്ല. കുട്ടികളടക്കമുള്ളവർ ഈ വെള്ളം തന്നെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. ഇവിടെ ഫാം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഫാം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശവാസികൾ അവിടെ ഇരിക്കുന്ന കുത്തിയിരിപ്പ് സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ ആ ദിവസങ്ങൾ പിന്നിടുകയും ചെയ്തു. എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്ന. രാവിലെ കൃത്യമായി പോലീസ് അവിടെ എത്തുകയും ആ ഫാമിലേക്കുള്ള സാധനങ്ങൾ കയറ്റിവിടുന്നതിന് പോലീസ് ആ വാഹനത്തിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു. പക്ഷേ ആ വാഹനം പോയി കഴിയുമ്പോൾ പോലീസ് പോകുകയും ആ സമരം അവിടെ തുടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഈ ഫാം കാരണം താഹാമുക്കിലെ ജനങ്ങൾ കുടിവെള്ളം പോലും കിട്ടാതെ, മോശമായ കുടിവെള്ളം കിട്ടുന്ന ഒരു അവസ്ഥയിലെത്തിക്കുന്നു. പഞ്ചായത്ത്, തൃക്കോവിൽവട്ടം പഞ്ചായത്ത് ഒരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല. തിങ്കളാഴ്ച, അതായത് നാളെ പഞ്ചായത്തിലേക്ക് നാട്ടുകാർ മാർച്ച് നടത്താനിരിക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ.